CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന്റെ മുൻഗണനയിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വിമർശനം. ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനാവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഫസ്റ്റ് ഓൺ 24. സർക്കാരിന്റെ വികസന നയത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന പ്രധാന വിമർശനം. സർക്കാരിലെ ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനത്തിലാണ്. കർഷക ക്ഷേമ ബോർഡ് പ്രഖ്യാപനം മാത്രമായി മാറി. ബോർഡിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. നെല്ലിന്റെ സംഭരണവില നൽകാത്തതിലും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. പൊതുമേഖലയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കുന്നത് എല്ലാ നിയമങ്ങളും മറികടന്നാണെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു. BJPയുടെ തൃശൂരിലെ ജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വന്ന നിഷേധാത്മക മാറ്റമാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇനിയും വൈകിക്കൂടെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട്. സഹകരണ മേഖലയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി P. പ്രസാദിനെ രാഷ്ട്രീയ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നുമുണ്ട്. മന്ത്രി P. പ്രസാദിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം ഗവർണറുടെ സംഘപരിവാർ അജണ്ട തുറന്നു കാണിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.